ഇന്നത്തെ +1 ഫിസിക്സ് എക്സാം ഞങ്ങൾക്കെല്ലാവർക്കും വളരെ ഈസി ആയിരുന്നു. കാറ്റലിസ്റ്റിൽ നിന്ന് പഠിപ്പിച്ച അതേ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങളുടെ പ്രിൻറ്റിലുള്ള ക്വസ്റ്റ്യനാണ്. ഒരു ക്വസ്റ്റ്യൻ പോലും മാറ്റില്ല. കണ്ടപ്പോൾ തന്നെ വളരെ ഹാപ്പി ആയിരുന്നു. കാറ്റലിസ്റ്റിൽ പഠിപ്പിച്ച സെയിം ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ കെമിസ്ട്രി എക്സാമും ബയോളജി എക്സാമും വളരെ ഈസി ആയിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും ഞങ്ങളെ പഠിപ്പിച്ചതാണ്. ഞങ്ങളെ റിവിഷൻ ക്ലാസ്സിൽ ഇരുന്ന ഏതൊരു കുട്ടിക്കും A+ എന്തായാലും കിട്ടും. റിവിഷനിൽ പഠിപ്പിച്ച സെയിം സാധനം. അതിൻ്റെ കൂടെ നോർമൽ സാധാ അവിടുന്ന് തരുന്ന കാറ്റലിസ്റ്റിൽ നിന്ന് തരുന്ന പ്രിൻ്റ് കൂടെ യൂസ് ചെയ്താൽ ഫുൾ സ്കോർ ഉറപ്പാണ്. അത്രയും പ്രിൻറ്റിലുള്ള സെയിം സാധനം ഒരു മാറ്റവും ഇല്ലാണ്ടാണ് വന്നത്. ഞങ്ങളൊക്കെ വളരെ ഹാപ്പിയാണ്. വളരെ ഈസി ആയിട്ടാണ് എക്സാം ഞങ്ങൾ എഴുതിയത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഫാസ്റ്റ് എക്സാമിൻ്റെ കുറേ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ചിരുന്നു. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ട്രയൽ ചെയ്തിട്ടാണ് ഇന്ന് എക്സാമിന് വന്നത്. ഇന്ന് ഞാൻ കോൺഫിഡൻസ് പറയും എനിക്ക് നല്ലോണം എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ കാറ്റലിസ്റ്റിൽ നിന്ന് തന്ന ഓരോ പ്രിൻറ്റിലെ ഓരോ കാര്യങ്ങളും പഠിച്ച് വന്ന ഒരു കുട്ടിക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് A+ കിട്ടേണ്ടതാണ്. അതേപോലെ തന്നെയാണ് കെമിസ്ട്രി എക്സാമിൽ സാറ് തന്ന ഓർഗാനിക്കിൻ്റെ പ്രിൻറ്റും അതേപോലെ തന്നെ ഓർഗാനിക്സിൻ്റെ സോങ്സും നല്ലോണം പഠിച്ചിട്ട് എഴുതുകയാണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. എനിക്ക് ലാംഗ്വേജും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം നല്ലോണം തന്നെ എഴുതാൻ പറ്റിയിട്ടുണ്ട്. ബസ് കയറുന്നേരത്ത് പാട്ട് വെക്കും, മനസ്സിൽ ആ പാട്ട് ഇങ്ങനെ വന്നോളും. പാട്ടിങ്ങനെ ഓർത്തോർത്ത് തന്നെ വന്നോളും. അവിടെ കെമിസ്ട്രി എക്സാം ആണെങ്കിൽ ഓരോ പ്രിൻറ്റിലും ലാസ്റ്റിലേക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിൽ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് എല്ലാം അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ബയോളജിയും അതുകൊണ്ട് തന്നെ നല്ലോണം എഴുതിയിട്ടുണ്ട്. ഫിസിക്സും നല്ലോണം തന്നെ എഴുതിയിട്ടുണ്ട്. ഇനി വരുന്ന മാത്സ് നല്ലോണം എഴുതാൻ പറ്റട്ടെ. എനിക്ക് ഫിസിക്സും മാത്സും ചെറുതായിട്ട് കടുപ്പൊന്നല്ല, എന്നാലും കടുപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫിസിക്സ് എക്സാം എനിക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി മാത്സും അടിപൊളിയായി എഴുതാൻ പറ്റണം. ബാക്കിയുള്ള ഇംഗ്ലീഷ് ആയിക്കോട്ടെ എല്ലാം എനിക്ക് നല്ലോണം തന്നെ എഴുതാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.